എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 24-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മരണസംഖ്യ കുറയാത്തത് പെൻഷൻ ബാധ്യത കൂട്ടുന്നു എന്ന് മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം. കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത രൂപവൽക്കരണ യോഗം ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷനാകുന്നവർ ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലുള്ളത്. മരണസംഖ്യ വളരെ കുറവാണ്. എല്ലാവരും മരിക്കണമെന്നല്ല ഈ പറയുന്നതിന് അർത്ഥം. പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ആരോഗ്യ പരിപാലനത്തിൽ കേരളം ഒന്നാമതാണ്. അതും വലിയ പ്രശ്നമാണ്. ജനിക്കുന്നത് മാത്രമല്ല മരിക്കുന്നതും കുറവാണ്. 80, 90, 100 വയസ്സുവരെയൊക്കെ ജീവിക്കുന്നവർ ഇവിടെയുണ്ട്. 94 വയസ്സായ അമ്മ പെൻഷൻ വാങ്ങുന്നു. എന്തിനാണ് നിങ്ങൾക്കൊക്കെ പെൻഷൻ എന്ന് താൻ അമ്മയോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. വല്ലാത്തൊരു സംസാരമായി പോയി മന്ത്രിയുടേത്. 80 വയസ്സ് കഴിഞ്ഞാൽ മരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും മരിക്കണം എന്നല്ല ഇതിനർത്ഥം എന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്. എങ്കിലും കേരളം ആരോഗ്യരംഗത്ത് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ മരണനിരക്ക് കുറവാണ്. അതുകൊണ്ട് ആയുസ് കൂടുതലാണ്. അത് വലിയ പ്രശ്നമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനിടയിൽ അദ്ദേഹം സ്വന്തം അമ്മയുടെ കാര്യവും പറയുന്നു. അപ്പോ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ബാങ്കിംഗ് മേഖലകളിലെ ജീവനക്കാരുടെ യൂണിയനുകൾ തിങ്കളാഴ്ച ആരംഭിക്കാനിരുന്ന 2 ദിവസത്തെ പണിമുടക്ക് പിൻവലിച്ചിരുന്നു. ബാങ്കുകൾ ആഴ്ചയിൽ 5 ദിവസം പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര തൊഴിൽ കമ്മീഷനിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് യൂണിയൻ നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പണിമുടക്ക് പിൻവലിച്ചതോടെ സാമ്പത്തിക വർഷത്തിന്റെ അവസാന നാളുകളിൽ ബാങ്ക് ഇടപാടുകളിലെ തടസ്സങ്ങൾ മാറി. ബാങ്ക് ജീവനക്കാരുടെ 9 സംഘടനകൾ ഉൾപ്പെടുന്ന യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആണ് 2 ദിവസത്തെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരുന്നത്. എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും അവധിയാക്കുക, അതായത് ബാങ്കിന്റെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ദിവസമാക്കുക, പുതിയ നിയമനങ്ങൾ നടക്കുക, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ആവശ്യങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 8ാം ക്ലാസ് പരീക്ഷാ ഫലം ഏപ്രിൽ 4-ന് പ്രഖ്യാപിക്കും. എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് ഈ അധ്യയന വർഷം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത്. 8ാം ക്ലാസ്സിൽ 30% മാർക്ക് നേടാത്തവർക്ക് പഠന പിന്തുണ നൽകി ഏപ്രിൽ അവസാനത്തിൽ വീണ്ടും പരീക്ഷ എഴുതിക്കാനാണ് ഫലപ്രഖ്യാപനം നേരത്തെയാക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിലുള്ള വിദ്യാഭ്യാസ ഗുണമേന്മ സമിതിയുടെ തീരുമാനം 8ാം ക്ലാസ്സിൽ മൊത്തം 50 മാർക്കിൽ 40 മാർക്കിനാണ് എഴുത്തു പരീക്ഷ. ഇതിൽ 12 മാർക്ക് നേടാത്തവരുടെ പട്ടിക ക്ലാസ് ടീച്ചർ ഏപ്രിൽ 5-ന് തയ്യാറാക്കും. പഠന പിന്തുണ ആവശ്യമുള്ളവരുടെ രക്ഷിതാക്കളുടെ യോഗം 6-നും 7-നും ചേരും. തുടർന്ന് ഏപ്രിൽ 8 മുതൽ 24 വരെ ദിവസങ്ങളിൽ ക്ലാസുകൾ നൽകും. രാവിലെ 9:30 മുതൽ ഉച്ചക്ക് 12:30 വരെയായിരിക്കും പരിശീലനം. 25-ന് വീണ്ടും പരീക്ഷ നടത്തി 30-ന് വീണ്ടും ഫലം പ്രഖ്യാപിക്കും. കേരള ചരിത്രത്തിൽ ആദ്യമായി 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ 9ാം ക്ലാസ് തീരും മുമ്പേ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും 1600 രൂപയാണ് വ്യാഴാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നത്. 26.46 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് 1600 രൂപ വീതം ക്രെഡിറ്റ് ആകുക. അത് വ്യാഴാഴ്ച മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങും. അതേസമയം കയ്യിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘം ജീവനക്കാർ മുഖേന വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്യും. കേന്ദ്ര പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 8.5 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 26.36 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അതായത് 300, 200, 500 കുറവുള്ള ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ കണ്ടെത്തി അനുവദിച്ചിട്ടുണ്ട്. അപ്പം അത് പിന്നീടായിരിക്കും എത്തിച്ചേരുക. 300 കുറവുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് പിന്നീടാണ് ആ തുക എത്തിച്ചേരുക. എങ്കിൽ പോലും ആ ഒരു തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 1.5 വർഷത്തിലധികമായി കേന്ദ്രം ആ ഒരു തുക നൽകുന്നില്ല. അത് അവിടെ കുടിശ്ശികയായി കിടക്കുകയാണ്. എങ്കിലും സംസ്ഥാന സർക്കാർ അത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു തുക കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതലാണ് ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകളായിട്ട് പറയാനുള്ളതും. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ 24-ാം തീയതി
മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 1 മാസത്തേത് വിതരണം ചെയ്യും എന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത്. അത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുള്ള അറിയിപ്പാണ്. അപ്പോൾ നാളെ മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും പ്രതീക്ഷിക്കാം. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആ ഒരു തുകയും എത്തിച്ചേരുന്നത്. അപ്പോൾ അവർക്ക് 1600 രൂപയായിരിക്കും ലഭിക്കുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇത് 1600-ഉം മറ്റേത് 600 രൂപയുമായിരിക്കും എത്തിച്ചേരുക. അപ്പൊ അങ്ങനെയാണ് പെൻഷൻ വിതരണം ഉള്ളത്. അപ്പോൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു പെൻഷൻ എത്തിച്ചേരുന്നതാണ്. 27-ാം തീയതി വ്യാഴാഴ്ച മുതലാണ് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 24-ാം തീയതി നാളെ മുതലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. അപ്പൊ ഇതാണ് ആദ്യത്തെ അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. സംസ്ഥാനത്ത് ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ്. മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് റംസാൻ ചന്തകളും ആരംഭിക്കുകയാണ്. സപ്ലൈകോയ്ക്ക് റംസാൻ, ഈസ്റ്റർ, വിഷു ചന്തകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ധനവകുപ്പ് 100 കോടി രൂപ അനുവദിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. അത് പ്രകാരമാണ് വ്യാഴാഴ്ച മുതൽ ചന്തകൾ ആരംഭിക്കുന്നത്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും റംസാൻ ചന്തകൾ ഉണ്ടാകും. 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക. അതിനുശേഷം ഏപ്രിൽ 9-ാം തീയതി മുതൽ 19-ാം തീയതി വരെ വിഷു, ഈസ്റ്റർ ചന്തകളും പ്രവർത്തിക്കുന്നതാണ്. റംസാൻ ചന്തകളിൽ ബിരിയാണി അരിക്കും മസാല പൊടികൾക്കും പ്രത്യേക വിലക്കിഴിവ് ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 13 ഇനം സബ്സിഡി സാധനങ്ങളും ഫെയറുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ വിഹിതങ്ങൾ ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ മാസത്തെ റേഷൻ ഇനി വാങ്ങാൻ വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. ഇനിയും വാങ്ങാത്ത ആളുകൾ മാർച്ച് മാസത്തെ റേഷൻ ഉടനെ പോയിട്ട് കൈപ്പറ്റണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് മൂലം റേഷൻ മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മസ്റ്ററിംഗ് ഉടൻ പൂർത്തീകരിക്കണം. ഇനി അവർ സ്ഥലത്തില്ല എങ്കിൽ അവരെ NRK വിഭാഗത്തിലേക്ക് മാറ്റുകയും വേണം. ഇല്ല എങ്കിൽ അവരെ എന്നേക്കുമായിട്ട് ഈ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, റേഷൻ കാർഡിലല്ല സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള 28 ലക്ഷത്തോളം കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും 4 കിലോ വീതം അരി വിതരണം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും അറിയിച്ചിട്ടുണ്ട്. അതിന്റെ വിതരണം സ്കൂൾ പൂട്ടുന്നതോടുകൂടി വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ്. യൂണിഫോം അലവൻസ് 600 രൂപ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് കളക്ഷനൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ നടന്നു വരികയാണ്. 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ യൂണിഫോമും അരിയും ലഭിക്കുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആശ്വാസമേകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ കൊണ്ടുവരുന്ന കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ കേരള സംസ്ഥാന നിയമസഭ പാസാക്കി. സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്വപ്നമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് എന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R ബിന്ദു പറഞ്ഞു. പ്രായമായവരുടെ, അതായത് 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിനും അവരുടെ ഉൽപാദനക്ഷമതയും മൗലികവും നൂതനവുമായ ആശയങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടാക്കാനുള്ള കഴിവും സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുമാണ് ഇതോടെ രാജ്യത്താദ്യമായി കമ്മീഷൻ നിലവിൽ വരുന്നത്. അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ സംബന്ധിച്ച് വർദ്ധിച്ചുവരുന്ന അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ സംബന്ധിച്ച വർദ്ധിച്ചു വരുന്ന ഉത്കണ്ഠകൾ അടിസ്ഥാനമാക്കി അടിയന്തരമായി അഭിസംബോധന ചെയ്യാനാണ് ഈ കമ്മീഷൻ. വയോജനങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കാനും അവരുടെ കഴിവുകൾ പൊതു സമൂഹത്തിന് ഉപയുക്തമാകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും അവകാശ സംരക്ഷണം ഉറപ്പിൽ വരുത്തുന്നതിനുമാണ് വയോജന കമ്മീഷൻ നിലവിൽ വരിക. വയോജനങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കമ്മീഷന് ചുമതലയുണ്ടാകും. കമ്മീഷനിൽ സർക്കാർ വിജ്ഞാപനം വഴി നിയമിക്കുന്ന ഒരു ചെയർപേഴ്സണും 4 കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ ഉൾപ്പെടുന്ന കമ്മീഷൻ നിയമിക്കുന്ന എല്ലാ അംഗങ്ങളും വയോജനങ്ങൾ ആയിരിക്കും. അവരിൽ ഒരാൾ പട്ടികജാതിയിൽ നിന്നോ പട്ടിക ഗോത്രത്തിൽ നിന്നോ ആയിരിക്കും. മറ്റൊരാൾ വനിതയും ആയിരിക്കും. കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്തായിരിക്കും. വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്യും. അവർക്ക് പുനരധിവാസം ആവശ്യമായുള്ളിടത്ത്
സർക്കാരുമായി സഹകരിച്ച് അത് സാധ്യമാക്കുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം ആവശ്യമുള്ളിടത്ത് അത് കമ്മീഷൻ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വയോജനങ്ങൾക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥ വീഴ്ച കൊണ്ടെല്ലാം ഇത് മുടങ്ങുകയാണ് എങ്കിൽ അതിനെല്ലാം കമ്മീഷനിൽ പരാതിപ്പെടാനുള്ള ഒരു അവസരമാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ.